ശക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഇവിടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് സഖാവ് രവീന്ദ്രൻ മാഷ് ആ രവീന്ദ്രൻ മാഷ് നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഓലമേഞ്ഞതും ഓടുമേഞ്ഞതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഹൈടെക് ആക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. ഇവിടെ കോവിഡ് കാലഘട്ടമുണ്ടായി, അതോടൊപ്പം തന്നെ ഇവിടെ ഈ പറയുന്ന വെള്ളപ്പൊക്കമുണ്ടായി, സർവ്വതും നശിക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിലെല്ലാം ചെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം സോഷ്യൽ മീഡിയ അടക്കമുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ചാലക്കുടിയിൽ വേണ്ടത് ഇവിടെ കടന്നു വരാത്ത, ഇവിടെ നിന്ന് ജയിപ്പിച്ചിട്ട് വിട്ടിട്ട് ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു MP അല്ല നമ്മുടെ നാടിനാവശ്യം. ഈ നിയോജക മണ്ഡലങ്ങളിലാകെ തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന സഖാവ് രവീന്ദ്രനാഥിനെ പോലുള്ള ആളുകളെ ജയിപ്പിച്ച ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 64 MP മാർ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ